നമസ്കാരം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്നലെയായിരുന്നു മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകൾ 22-ാം തീയതി, അതായത് വ്യാഴാഴ്ച മുതൽ ഒരു സിനിമകളും പ്രദർശിപ്പിക്കില്ല എന്ന് മൂവി വേൾഡ് മീഡിയയോട് സംസ്ഥാന പ്രസിഡന്റായ വിജയകുമാർ പറഞ്ഞു. അത് കൃത്യമായി പറയുന്നത് വ്യാഴാഴ്ച മുതൽ എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച ഒന്നും തെറ്റുകാരനല്ല. 22-ാം തീയതി വ്യാഴാഴ്ച മുതൽ മലയാള സിനിമ ഒന്നും പ്രദർശിപ്പിക്കില്ല. അതിൻ്റെ കാരണങ്ങൾ എല്ലാം ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രൊജക്റ്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ നിർബന്ധിക്കുന്നു. നിർമ്മാതാക്കളിലെ ഒരു 5 പേര് കൂടിയാണ് ഈ പ്രൊജക്റ്റ് വെക്കണമെന്നുള്ള ഒരു കമ്പനി രൂപീകരിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നൊക്കെയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഫിയോക്കിൻ്റെ യോഗം ചേരുകയും യോഗത്തിൽ കൃത്യമായി തീരുമാനമെടുത്ത് 22-ാം തീയതി മുതൽ, അതായത് ഈ വ്യാഴാഴ്ച മുതൽ ഒരു മലയാള സിനിമയും പ്രദർശിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അത് നിർമ്മാതാക്കൾ കെട്ടിയേൽപ്പിക്കുന്ന നിലയിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നലെ വിജയകുമാർ പറഞ്ഞത്. അതിനുശേഷം വലിയ രീതിയിൽ നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെ നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞു. വിജയകുമാർ പറയുന്നത് പച്ചക്കള്ളമാണ്. അത്തരം ഒരു കെട്ടിയേൽപ്പിക്കുന്ന നിലയിലേക്ക് ഇവിടെ നിന്ന് തന്നെ പ്രൊജക്റ്റ് എടുക്കണമെന്ന് നിർബന്ധിച്ചിട്ടില്ല എന്ന രീതിയിലേക്കാണ് നിർമ്മാതാക്കൾ നമ്മളെ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമാണ് ഏറ്റവും ഇന്നലെ വിജയകുമാർ പറഞ്ഞ് വ്യാഴാഴ്ച മുതൽ, അതായത് 20-ാം തീയതിക്ക് ചർച്ച തീർത്തില്ലെങ്കിൽ 22-ാം തീയതിയായ വ്യാഴാഴ്ച മുതൽ ഒരു മലയാള സിനിമയും പ്രദർശിപ്പിക്കില്ല എന്നാണ് വിജയകുമാർ മൂവി വേൾഡ് മീഡിയയോട് പറഞ്ഞത്. ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് തീരുമാനം? പ്രതിഷേധം എന്താണ്? പ്രതിഷേധം ഈ കേരളത്തിലെ തിയേറ്ററുകളോട് മലയാള സിനിമയുടെ നിർമ്മാതാക്കളാണ്, ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ വിവേചനങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ച മുതൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങളൊന്നും ഫിയോക്കിൻ്റെ മെമ്പേഴ്സ് കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു മലയാള സിനിമയും ഒരു സിനിമ ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാവുന്നിടം വരെ ഒരു മലയാള സിനിമയും ഫിയോക്കിൻ്റെ മെമ്പർമാർ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നിലവിൽ ഇന്നത്തെയാണ് ലാസ്റ്റ് റിലീസ് എന്ന് പറയാം. തീർച്ചയായിട്ടും ഇനി മലയാള സിനിമ റിലീസ് ചെയ്യില്ല. മലയാള സിനിമ ഈ തീരുമാനം എല്ലാം വിവരിച്ചുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും, കാര്യം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്ന് കാണിച്ച് ഈ നിർബന്ധിത നിബന്ധനകൾ പാടില്ല, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ അസോസിയേഷനും കത്ത് കൊടുക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷൻ കത്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ കത്ത് കൊടുക്കുന്നുണ്ട്, കേരള ഫിലിം ചേംബറിന് ലെറ്റർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഘടനകൾക്കും നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ലെറ്റർ കൊടുത്തിട്ടും ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാകാതിരുന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിലവിലെ ഈ സാഹചര്യത്തിൽ ഇവർ കെട്ടിയേൽപ്പിക്കുന്ന തീരുമാനം നമ്മൾ അംഗീകരിക്കില്ല. നമുക്ക് പ്രൊജക്ട് വെക്കണമെങ്കിൽ നമുക്കറിയാവുന്നവരുമായിട്ട് സംസാരിച്ച് വെക്കാൻ കഴിയും. നിർമ്മാതാക്കൾ പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ആവില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് എക്കണോമിക്കലി ഇല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സർവീസ് പ്രൊവൈഡറെ മാത്രമേ നമുക്ക് നമ്മുടെ തിയേറ്ററിലേക്ക് അനുവദിക്കാൻ പറ്റൂ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊജക്ടുകൾ മാത്രമേ നമുക്ക് തിയേറ്ററിൽ വെക്കാൻ പറ്റൂ. അതിനനുസരിച്ചുള്ള കണ്ടന്റ് മാസ്റ്ററിങ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് മാത്രമേ നമുക്ക് എഗ്രിമെന്റ് ചെയ്യാൻ പറ്റൂ. എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി ഇത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒക്കെ അയച്ചിരിക്കുന്ന കത്ത്, അതുപോലെ തിയേറ്റർ ഉടമകൾക്ക് അയച്ച കത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് 22-ാം തീയതി അല്ല 23-ാം തീയതി തൊട്ടാണ് സമരമെന്ന് പറയുന്നു. ഇവിടെയാണ് ഒരു ഇരട്ടത്താപ്പ്. അത് തിയേറ്റർ ഉടമ അസോസിയേഷനിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. 2 അഭിപ്രായങ്ങൾ വന്നു. ഒരിക്കൽ 22-ാം തീയതി വലിയ സിനിമ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ റിലീസിനൊരുങ്ങിയാണ്, അത് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ സിനിമകളെ പ്രദർശിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ 2 അഭിപ്രായം വന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് ഇന്നലെ രാത്രി അത് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിച്ചു. 23-ാം തീയതി മുതൽ ആണ് സമരം എന്നാണ് പറയുന്നത്. 23-ാം തീയതി മുതൽ സമരം വെച്ചാൽ പിന്നീട് വലിയ സിനിമകളൊന്നുമില്ല. നോയമ്പ് തുടങ്ങിയാണ്, നോയമ്പ് അയക്കുന്ന സിനിമകളും റിലീസില്ല. അത്തരമൊരു ന്യായമല്ലാത്ത നിലയിലേക്ക് ഈ തിയേറ്റർ ഉടമകൾ പോയി എന്നൊരു വാർത്ത രംഗത്ത് വരുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. തിയേറ്റർ ഉടമ അസോസിയേഷൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ച് പറഞ്ഞു, ആ 23-ന് സാധാരണ വെള്ളിയാഴ്ചയാണ് റിലീസ്, വെള്ളിയാഴ്ചയാണെന്ന് ഓർത്താണ് വിജയകുമാർ അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വ്യാഴാഴ്ച എന്ന് വിജയകുമാർ പറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരാണ് സമ്മർദ്ദം ചെലുത്തിയെന്നറിയില്ല. എന്തായാലും നിർമ്മാതാക്കൾ ഒരു തീരുമാനമെടുത്തിരുന്നു. നിർമ്മാതാക്കൾ എന്തായാലും ഈ ചർച്ചയ്ക്കൊന്നും ഇനി ഇല്ല എന്ന് അവർ കൃത്യമായി ഇന്നലെ പറഞ്ഞു. ഞാൻ പേഴ്സണലായിട്ട് ഫോൺ ചെയ്തപ്പോൾ നിർമ്മാതാക്കൾ ഇത്തരം ഒരു ചർച്ചയ്ക്കായിട്ടുണ്ടാകില്ല എന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാഴാഴ്ചത്തെ സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് ഇവർ പോയതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു സിനിമയില്ല എന്ന് പറയും. എന്നാൽ ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും
ഒരു പ്രതിഷേധക്കുറിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്ന ഇപ്രകാരം പറയുന്നു. കേരളത്തിൽ ഒരു തിയേറ്റർ സംഘടന ഫെബ്രുവരി 22 മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചതായി മാധ്യമങ്ങളുടെ അറിയുവാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ മൂവി വേൾഡ് മീഡിയയിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസിൻ്റെ പ്രദർശനത്തിനെത്തിക്കുന്ന മഞ്ഞുമേൽ ബോയ്സ് എന്ന ചിത്രം ഫെബ്രുവരി 22 തന്നെ പ്രദർശനത്തിനെത്തുമെന്ന് അറിയിക്കുന്നുവെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളോട് എന്നും ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന കേരളത്തിലെ തിയേറ്ററുകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും ഈ നിർമ്മാതാക്കളുടെ സംഘടന അറിയിക്കുന്നു. തിയേറ്ററുകളുമായി തുടർന്നും ഞങ്ങൾ സഹകരിക്കുമെന്നും സന്തോഷപൂർവ്വം അറിയിക്കുന്നുവെന്നും ഈ പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട്. ഈ ചിത്രം പ്രദർശിപ്പിക്കാത്ത തിയേറ്ററുകളുമായി ഒരു കാരണവശാലും ഇനി സഹകരിക്കില്ല. അത് കൃത്യമായി പറയുന്നു. ഈ സിനിമ പ്രദർശിപ്പിക്കാത്ത ഒരു തിയേറ്ററുമായി ഇനി ഒരിക്കലും സഹകരിക്കില്ല എന്നും നിർമ്മാതാക്കൾ ഇപ്പോൾ ഒരു കത്തും പുറത്ത് ഇറക്കിയിരിക്കുന്നു. അതും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായ 22-ാം തീയതി മഞ്ഞുമേൽ ബോയ്സ് പ്രദർശിപ്പിക്കില്ല എന്ന് ഇന്നലെ വിജയകുമാർ പറയുന്നു. അത് കൃത്യമായിട്ട് ഈ വ്യാഴാഴ്ചയാണെന്ന് പറയുന്നു. അതിനു മുമ്പ് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് നിർമ്മാതാക്കൾ അറിയിക്കുന്നു. ഉടൻ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി അത് 23-ലേക്ക് സമരം മാറ്റുന്നു. ഉടൻ തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഇന്ന് പ്രസിദ്ധീകരണക്കുറിപ്പുമായി രംഗത്ത് വരുന്നു. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ തിയേറ്റർ ഉടമകൾ അസോസിയേഷൻ ഇന്നലെ എടുത്ത തീരുമാനത്തിൽ നിന്നും ഞാൻ ആ അസോസിയേഷനിൽ പങ്കെടുത്ത പല ആളുകളെയും വിളിച്ചു വെച്ചും 22-ാം തീയതി തന്നെയാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മാറിയതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നും എന്നോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് അറിയിച്ച സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ 22-ാം തീയതിയിലത്തെ സിനിമ റിലീസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചേംബറിലെ മെമ്പറും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന എക്സിക്യൂട്ടീവ് അംഗവും 2 സംഘടന എക്സിക്യൂട്ടീവ് അംഗവും അതോടൊപ്പം തന്നെ ചേംബറിൽ നിർമ്മാതാവുമായ അനിൽ തോമസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഇപ്രകാരം പറഞ്ഞു. അത് മൂവി വേൾഡ് മീഡിയയ്ക്ക് കൃത്യമായി ലഭിച്ചു. തൻ്റെ സിനിമ മാർച്ച് 1-ാം തീയതി റിലീസ് ചെയ്യുമെന്ന ഉറച്ചു തന്നെ തീരുമാനത്തിലെത്തുന്നു. ഇപ്പോൾ സ്വന്തം കുഴി തോണ്ടുന്ന നിലയിലേക്കാണ് തിയേറ്റർ ഉടമകൾ പോകുന്നതെന്ന ഒരു വീഡിയോ ആണ് അനിൽ തോമസ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോയിലേക്ക്. ഫിയോക്കിൻ്റെ ഈ ഫെബ്രുവരി 22-ാം തീയതി തൊട്ട് ഒരു സമരം പ്രഖ്യാപിച്ചതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അവർ സ്വന്തം നിഴലിനോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു ആവശ്യവുമില്ലാതെ ഇപ്പോൾ തന്നെ തിയേറ്ററിൽ പല ചിത്രങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം പ്രേക്ഷകർ തിയേറ്ററിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ ഇങ്ങനെയൊരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് തികച്ചും അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ പ്രസക്തമായ കാര്യങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ, നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഔദ്യോഗിക ഭാഗം അവർ വിശദീകരിക്കും. എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചിത്രമായ ഇതുവരെ ഞാൻ സംവിധാനം ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കലാഭവൻ ഷാജോൺ നായകനായ ബ്രഹ്മപുരം മാലിന്യ പ്ലാനിനെ പ്രമേയമാക്കിയിട്ടുള്ള ചിത്രം മാർച്ച് 1-നാണ് റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമരമില്ലായ്മയോ ഒന്നും ഒരു പ്രശ്നമല്ല. ആ ഡേറ്റിൽ തന്നെ ഇതുവരെ എന്ന ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു പറയുന്നു. എന്തായാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാം. ഇപ്പോൾ തിയേറ്റർ ഉടമകൾ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ ഒരു രീതിക്കും സഹകരിക്കില്ല എന്ന് നിലയിലേക്ക് പോകുന്നു. ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് അത് പ്രൊജക്റ്റ് കണ്ടന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ ഫിയോക്ക് മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ മുന്നോട്ട് വെച്ച കാര്യം ഇപ്രകാരമാണ്. OTT-യുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അത് ഏറെക്കുറെ പരിഹരിച്ചു എന്നാണ്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ടന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊജക്റ്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തടസ്സമാണ്. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാതാക്കൾ കുറ്റകരമായ വീഴ്ച വരുത്തി എന്നാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ പറയുന്നത്. എന്നാൽ അത്തരമൊരു കാര്യങ്ങളില്ല. ഒരിക്കലും പ്രൊജക്റ്റ് വെക്കണമെന്ന് ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും ഞങ്ങൾ പറയുന്ന കമ്പനിയിൽ നിന്നും പ്രൊജക്റ്റ് വാങ്ങണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും ഇവർ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെ ചർച്ചകളാണ് പ്രാധാന്യമായി നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. വരും ദിവസം എല്ലാ സംഘടനയും ഒരുമിച്ചെടുത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് കഴിഞ്ഞ ദിവസം ചേംബറിൽ യോഗം ചേർന്നപ്പോൾ പറയുകയും ചെയ്തു. എന്നാൽ അത് മറികടന്നുകൊണ്ട് ഫിയോക്ക് ഇത്തരം ഒരു തീരുമാനമെടുത്തതാണ് ഇപ്പോൾ നിർമ്മാതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്നാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചൂടേറിയ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.